ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അങ്ങനെ 2 ദിവസത്തെ കാത്തിരിപ്പിലാണ് ബിഗ് ബോസ് ഹൗസ്. പുറത്ത് നല്ല മഴ പെയ്ത് അത് തോർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിലെ എല്ലാ പ്രശ്നങ്ങളും വഴക്കുകളെല്ലാം ഒന്ന് പെയ്ത് തോർന്നതുപോലെയാണ്. ഇപ്പം പ്രത്യേകിച്ച് ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ആ ഒരു പൊട്ടിത്തെറികളും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞതോടുകൂടി എല്ലാം ശാന്തമായിട്ടിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ അനുവും ലക്ഷ്മിയും സംസാരിക്കുന്നത് കാണിക്കുന്നുണ്ട്. ലക്ഷ്മി കുറച്ച് മോട്ടിവേഷനൊക്കെ നൽകുന്നുണ്ട്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് ടോപ്പ് 6ലെ ഓരോ മത്സരാർത്ഥികളെയും ആക്ടിവിറ്റി ഏരിയയിലേക്ക് വിളിക്കുന്നുണ്ട്. കണ്ണാടിയിലേക്ക് നോക്കിയിട്ടുള്ള ഒരു റിഫ്ലക്ഷനോട് സംസാരിക്കുന്ന ആ ഒരു ടാസ്ക്കാണ്. ഇതിന്റെ മുൻപത്തെ സീസണിലും ഈ ഒരു ടാസ്ക് കണ്ടിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് പുറത്ത് ഗാർഡൻ ഏരിയയിൽ ഒരു സോഫയിൽ തനിച്ചിരിക്കുന്ന നൂറയാണ്. ടിക്കറ്റ് ഫിനാലേക്ക് കിട്ടിയ ഒരു മെമന്റോ ഒക്കെ നോക്കി നൂറ സെൽഫ് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഷാനവാസും അഭിലാഷും പുറത്തു നോക്കി സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ കുറച്ച് ആളുകൾ മാത്രമായപ്പോൾ ഷാനവാസും മറ്റുള്ളവരും എങ്ങനെയായിരുന്നു സമയം ചെലവഴിച്ചതെന്ന് പറയുന്നു. അനീഷും ഷാനവാസും നേരത്തെ എണീക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ രാവിലെ ആരും എണീറ്റിട്ടുണ്ടാവില്ല. അപ്പോഴവർ കിളികളോടും അണ്ണാൻ്റെ അടുത്തേക്ക് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ അഭിലാഷിനോട് പറയുന്നു. കുറച്ച് പേര് കിച്ചണിൽ കുക്ക് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് കിടന്ന് ഉറങ്ങുന്നുണ്ട്, ചിലവർ കളിക്കുന്നുണ്ട് ആ ബിഗ് ബോസ് ഹൗസിൽ കിട്ടിയ സാധനം വെച്ചിട്ട്. അങ്ങനെ വന്ന ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് പോയാൽ മതിയെന്നും പറഞ്ഞിട്ടിരിക്കുകയാണ്. കാരണം ശാരിക പറയുന്നുണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് പോകണം, പട്ടിണി കിടക്കാൻ വയ്യാന്നുള്ളത്. അപ്പോൾ എന്ത് തന്നെയായാലും ബിഗ് ബോസ് കുറേ കോണ്ടന്റ് ഉണ്ടാക്കി ഈ പോയ കണ്ടസ്റ്റൻസിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് സത്യത്തിൽ ബിഗ് ബോസ് ഈ എക്സ് മത്സരാർത്ഥികളെ എപ്പോഴാണ് തിരിച്ചയക്കുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാവരും അതും കാത്തിരിക്കുക തന്നെയാണ്, ബോറടിച്ചിട്ട്. കാരണം വഴക്കുണ്ടാക്കലും എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഒന്നുമില്ല. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരുന്ന് ഉറക്കം തൂങ്ങിയിട്ടും പുറത്തേക്ക് പോകാനുള്ളതായിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. പിന്നീട് അനീഷ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്ബറിനെയാണ് രണ്ടാമതും വിളിക്കുന്നത്. അനീഷ സംസാരിക്കാൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിച്ചു നീട്ടി കൊണ്ടുപോകല്ലോ. അങ്ങനെ ഈ ടാസ്കും വലിച്ചു നീട്ടി കൊണ്ടുപോയപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് വളരെ ചുരുക്കത്തിൽ കാര്യം മനസ്സിലാക്കി പറയാൻ. പിന്നീട് അക്ബർ വന്നപ്പോൾ അക്ബർ കറക്റ്റായിട്ട് തന്നെ പറഞ്ഞതുപോലെ തോന്നി. ഈ ഒരു ടാസ്ക് എത്ര സീസണിൽ വന്നിട്ടുണ്ടെന്ന് ഓർക്കുന്നില്ല. ടോപ്പ് 6കാർക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്, പുറത്തുള്ളവരും ഒന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷം. പക്ഷേ ഫിനാലയിലേക്ക് ഉറ്റുനോക്കുന്ന ഈ ഫൈനൽ 6 മത്സരാർത്ഥികൾക്ക് മനസ്സിൻ്റെ ആ ഒരു ആങ്സൈറ്റിയും സ്ട്രെസ്സും എല്ലാം ഒന്ന് ശാന്തമായി മനസ്സൊന്ന് ഫ്രീ ആവാൻ ഈ ഒരു പ്രതിബിംബത്തെ നോക്കി സംസാരിക്കുന്ന ഈ അവസാനത്തെ ടാസ്ക് തീർച്ചയായിട്ടും സഹായിക്കും.